അപ്പൊ ഇന്ന് ഞാൻ ഒരു മീഷോ ഹോൾ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ഒരു കുർത്ത സെറ്റ് എന്ന് പറയുന്നത് ഇതും അതുമാതിരി സൈഡ് സ്ലിറ്റ് കുറച്ച് അപ്പായിട്ട് വരുന്ന ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സാണ്. ഫുൾ ഫ്ലോറൽ പ്രിന്റ് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള പ്രിന്റാണ്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പൊ ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്റെ തമ്മയിൽ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് ഞാൻ ഒരു മീഷോ ഹോൾ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. സാധാരണ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനെ മീഷോന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരാളല്ല. എനിക്ക് 2 പ്രാവശ്യമൊക്കെ വാങ്ങിച്ചപ്പം ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കുറച്ച് സൈസ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും കുറെ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസ് ഒക്കെ കാണാം ഓരോ ആൾക്കാർ നല്ല സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട്. അപ്പൊ ഞാൻ വെച്ചിട്ടുണ്ടാ പിന്നെ ഒരു ട്രൈ ചെയ്ത് വീണ്ടും ഒന്ന് നോക്കാന്നുള്ളത്. അങ്ങനെ ഇപ്പൊ എനിക്ക് ഇവിടെ 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കുർത്ത സെറ്റ്സ് ഞാൻ കുറച്ചൊരു എത്നിക് ആയിട്ട് വാങ്ങിക്കാന്ന് വിചാരിച്ചു. വേറൊന്നും കൊണ്ടല്ല, നോർമലി ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനം ഒരു കാഷ്വൽ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ ജീൻസ് ആൻഡ് ടോപ്പ്, അല്ലെങ്കിൽ ജീൻസ് ഇതുപോലെ ടീഷർട്ടും ജീൻസും ആണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. ആഫ്റ്റർ ഡെലിവറി ആണെങ്കിലും ഒക്കെ എന്റെ കംഫർട്ട് ഡ്രസ്സ് അതാണ്. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ എത്നിക് ആയിട്ടുള്ള വേഴ്സ് ശരിക്കും കുറവാ. അപ്പോ ഉള്ളതാണെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും അമ്പലത്തിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇങ്ങനെ ഒരു നോർമൽ ഹൗസ് വാമിങ് അങ്ങനെ എന്തിനൊക്കെ പോകുമ്പോഴേ ഉപയോഗിക്കാറുള്ളൂ. അപ്പൊ ഞാൻ വെച്ചു അങ്ങനത്തെ 2 ഡ്രസ്സ് വാങ്ങിക്കാന്നുള്ളത്. ഇതിപ്പോ 3 ജോഡി എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി 4 വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒന്നും വന്നിട്ടില്ല. ഞാൻ വിചാരിച്ചു ഉള്ളത് വെച്ച് ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഞാൻ അൺബോക്സിങ്, എനിക്ക് ആ 4ാമത് വരുന്നവരെ ഒരു ക്ഷമയില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങളും കൂടെ കാണിച്ചു തരാന്ന്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ എല്ലാം. ബിക്കോസ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ മുന്നേ എനിക്ക് സൈസ് ഇഷ്യൂസ് വന്നതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ ഇത് റിട്ടേൺ ആക്കണോന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു നോക്കി. എല്ലാം ഇപ്രാവശ്യം കുറച്ച് കറക്റ്റ് ആയിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് കണ്ടാലും എന്തൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടില്ലെന്ന്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോ എന്റെ ആദ്യത്തെ ഒരു കുർത്ത സെറ്റ് എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചതിലും ഭയങ്കര നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആക്ച്വലി. ഇത് എല്ലാം തന്നെ അണ്ടർ 600 അല്ല, അണ്ടർ 500 വരുന്നതാണ് ഈ 3 കുർത്ത സെറ്റ്സും. അതാണ് ഭയങ്കര ഹൈലൈറ്റ്. എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു 3 സോ ഇതാണ് ആദ്യത്തെ ഒരു സെറ്റ്. നൈസ് അല്ലേ? ഇതാണ് എന്റെ ആദ്യത്തെ ഒരു സെറ്റ്. ഞാൻ എന്തായാലും ഫുൾ ഔട്ട്ഫിറ്റ് ഇട്ടിട്ടുള്ള വീഡിയോ എന്തായാലും ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. സോ ഇതാണ് ഒരു ഔട്ട്ഫിറ്റ് വരുന്നത്. സൈഡ് സ്ലിറ്റ് വരുന്നതാണ്. നല്ല ഓപ്പണിംഗ് ഉണ്ട്, മീൻസ് ഡീപ്പ് ഓപ്പണിംഗ് ആണ്. നമ്മുടെ ഒരു ഹിപ്പ് ഏരിയ വരെയൊക്കെ നമുക്ക് ഇത് ഓപ്പണിംഗ് വരുന്നുണ്ട്. പ്ലസ് ഈ ഒരു സംഭവം വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഹൈ ആയിട്ട് ഓപ്പൺ വരുന്നുണ്ടെങ്കിലും പക്ഷെ അതിന്റെ ഒരു ബോറും കാണിക്കില്ല. ബിക്കോസ് നല്ല പാൻസ് ആണ്. ഒരു പലാസോ ടൈപ്പ് ഓഫ് സോളിഡ് കളർ പാന്റ് ആണ്. ബ്ലൂ. ഈ ബ്ലൂവിന് എന്താ പറയാന്ന് എനിക്കറിയില്ല, ഒരു നല്ല ബ്ലൂ. എനിക്ക് പൊതുവേ ഇങ്ങനത്തെ കളേഴ്സ് ഞാൻ അധികം ചൂസ് ചെയ്യാറില്ല, പക്ഷെ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിത് ട്രൈ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ എന്തായാലും നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും ഇതിന്റെ കൂടെ ഞാൻ ആ വീഡിയോ ആഡ് ചെയ്യാം. ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് വരുന്നത്. കാണുമ്പോൾ ഭയങ്കര കുറച്ചൊരു
എനിക്ക് വലിയ വേസ്റ്റ് പോലെ തോന്നി. ആക്ച്വലി എനിക്ക് കുറച്ച് ലൂസാണ് വേസ്റ്റ്, പക്ഷേ ഓക്കെ 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 ആയിട്ട് ചെയ്യാം. ഇത് എൻ്റെ സൈസ് വന്നിട്ട് ഇവരുടെ ലാർജ് 40 ആണ് കേട്ടോ വരുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ലൂസ്. എനിക്ക് ആക്ച്വലി 34 മതി. സോ പക്ഷേ ഇടാം, അങ്ങനത്തെ ഒരു കൈൻഡിലാണ് വരുന്നത്. ഇവരുടെ കയ്യിൽ നിന്ന് ഞാൻ മുന്നേ ട്രൈ ചെയ്തത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നോർമലി എനിക്ക് എല്ലാ ബ്രാൻഡ്സും ഞാൻ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ മീഡിയം അല്ലെങ്കിൽ ലാർജ്, അതിൽ ഏതെങ്കിലും ഒന്നാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത്. പക്ഷേ മീഷോയിലേക്ക് വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ ലാർജ് വാങ്ങിയാലും എനിക്ക് കുറച്ച് ടൈറ്റ്, എന്താ പറയാ, ഭയങ്കര ഒരു ബോഡി ഹഗ്ഗിങ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാ ഡ്രസ്സും. ഞാൻ ഒരു 2-3 പ്രാവശ്യം, പക്ഷെ ഞാൻ എത്രയ്ക്ക് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തില്ല. ഞാൻ അവരുടെ വെസ്റ്റേൺ തന്നെയാണ് വാങ്ങി നോക്കിയിട്ടുള്ളത്. പക്ഷെ അതെനിക്ക് ഭയങ്കര ടൈറ്റ് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഞാൻ ഇങ്ങനെ നിൽക്കുക അതിൻ്റെ ഉള്ളിൽ. അങ്ങനത്തെ ഡ്രസ്സസ് ഞാൻ പൊതുവെ വാങ്ങിക്കാറില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് മീഡിയം ആണ് സൈസ് എങ്കിലും ഞാൻ ലാർജ് ആണ് വാങ്ങിക്കുക. ബിക്കോസ് അത് നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുമല്ലോ. മീഡിയം ആകുമ്പോൾ ഞാൻ ഇച്ചിരി അങ്ങനെ ഒന്ന് തടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഡ്രസ്സ് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും മീഡിയത്തിന് പകരം ലാർജ് ആണ് ചെയ്യാറുള്ളത്. ആഫ്റ്റർ പ്രഗ്നൻസി ആക്ച്വലി ലാർജിൽ നിന്നും എക്സലിലേക്ക് ഞാൻ വാങ്ങിക്കേണ്ടി വന്നു. പക്ഷെ ഇപ്പം താങ്ക് ഗോഡ് ഞാൻ ബാക്ക് ടു ലാർജ് ആൻഡ് മീഡിയത്തിലേക്ക് മാറിയിരിക്കുകയാണ്. സോ ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ് ആക്ച്വലി. അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡ്രസ്സ്. ഇതൊരു നീലത്തിലും കുറച്ച് താഴെയും കൂടെ വരുന്ന ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സാണ്. അപ്പൊ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് ഫസ്റ്റ് വൺ വന്നത്. സോ എന്റെ സെക്കൻഡ് ഡ്രസ്, ആക്ച്വലി സെക്കൻഡ് ഡ്രസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഞാൻ 3 വാങ്ങി എന്ന് പറഞ്ഞല്ലോ. 3 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഇതാണ്. ഭയങ്കര ഡ്രസ്സാണ്. നിങ്ങൾക്കത് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. സോ ദിസ് ഇസ് അവർ സെക്കൻഡ് ഔട്ട്ഫിറ്റ്. ഇതും അതുമാതിരി സൈഡിലിട്ട് കുറച്ച് അപ്പായിട്ട് വരുന്ന ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സാണ്. ഫുൾ ഫ്ലോറൽ പ്രിന്റ് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള പ്രിന്റാണ്. അതുപോലെ ഇട്ടിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ ചെറിയൊരു ലേസ് എന്ന് പറയാൻ പറ്റില്ല, എന്തോ ഒരു വർക്ക്, ഇങ്ങനത്തെ വർക്ക് വരുന്നുണ്ട്. ഇതാണ്ടില്ലേ, ഇങ്ങനത്തെ വർക്ക് ഫുള്ള് നെക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ കയ്യിൽ വേറെ ഒന്നുമില്ല, കുറച്ചൊരു കട്ടിയുള്ള ഒരു ചെറിയൊരു ബോർഡർ മാതിരിയുള്ള ഒരു കൈ 3/4 ആണ്. ഈ സംഭവം ഇതിനും ഉണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു ഡാർക്ക് ബ്ലൂ ആട്ടോ, നേവി ബ്ലൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നേവി ബ്ലൂവിനെക്കാളും ഭയങ്കര ഡാർക്കാണ്. പിന്നെ അതിന് സോളിഡ് പാൻസ്, ഈ ഒരു കളർ പാന്റാണ് വരുന്നത്. ഇതൊക്കെ എക്സാക്ട് കളർ തന്നെയാണ് കേട്ടോ. ഞാൻ എന്താ ഡേ ലൈറ്റിലാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. ഇതെല്ലാം നല്ല ബ്രൈറ്റ് കളേഴ്സിലുള്ള സംഭവങ്ങളാണ്. എനിക്ക് പൊതുവെ ഞാൻ എല്ലാം ബ്രൈറ്റ് കളേഴ്സാണ് ചൂസ് ചെയ്യാറുള്ളത്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡ്രസ്. എല്ലാം ഞാൻ ലാർജ് സൈസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്രാവശ്യം എന്തോ ഭാഗ്യത്തിന് എനിക്ക് എല്ലാം ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാം പാകമായിരുന്നു. സോ അപ്പോൾ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഡ്രസ്സാണ്. എന്താ പറയുക, എനിക്ക് ലിങ്കായിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എല്ലാത്തിൻ്റെയും പ്രോഡക്റ്റ് കോഡ് ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് മീഷോയിലാകുമ്പം ആ കോഡ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് സംഭവം കിട്ടും. അതുകൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാത്തിൻ്റെയും കോഡ് കൊടുക്കാം കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ഡ്രസ് വന്നിട്ട് ഇതാണ് ലാസ്റ്റ് ഔട്ട്ഫിറ്റ്. ഇതിന്റെയും കളർ ഒരു നേവി ഡാർക്ക് ബ്ലൂ ആണ്. ബ്ലാക്ക് ആണോ ബ്ലൂ ആണോ നമുക്കിങ്ങനെ അടുത്ത് നോക്കിയാൽ മാത്രം കാണാൻ പറ്റും. പക്ഷെ ഇത് ആക്ച്വലി ഇത് ബ്ലൂ ആണ്. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഔട്ട്ഫിറ്റ്. ഈ ഡ്രസ്സും മറ്റേ ഡ്രസ്സും സെയിം ക്ലോത്ത് ആട്ടോ. ഫുള്ളി കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു റയോൺ മിക്സ് കോട്ടൺ ആണ് ഇത് വരുന്നത്. ഭയങ്കര സോഫ്റ്റ്, നമുക്കിങ്ങനെ ചൂടൊന്നും എടുക്കില്ല. ഇങ്ങനെ ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കുന്ന പോലത്തെ അങ്ങനത്തെ ക്ലോത്ത്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കുറച്ചുകൂടി തൂങ്ങി നിൽക്കുന്ന പോലത്തെ ക്ലോത്ത്സ്. ബട്ട് ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഫുള്ളി കോട്ടൺ അല്ല, റയോൺ മിക്സ് അല്ല, ഇത് പോളിസ്റ്റർ മിക്സ് ആണെന്നാണ് എനിക്ക് ഒരു ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ബട്ട്
ദിസ് ഓൾസോ നൈസ്. ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്നതാണ്. ഇതാണ് കുർത്തി. ഇതിന് വേറെ മോഡലോ കാര്യമോ ഒന്നുമില്ല. സാധാരണയുള്ള നമ്മുടെ ഒരു സ്ട്രെയിറ്റ് കുർത്തി വിത്ത് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. ആൻഡ് ഇതാണ് നെക്കൊക്കെ വരുന്നത്. കണ്ടോ, റൗണ്ട് നെക്കാണ് എല്ലാത്തിനും. ഐ തിങ്ക് റൗണ്ട് നെക്കാണ്. ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. ദെൻ നമ്മുടെ കയ്യിലും അതുപോലെ നമ്മുടെ പാൻസിന്റെ ചെറിയൊരു പോർഷൻ കൊടുത്തിട്ട് പിന്നെ ഈ സംഭവം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ തേർഡ് വൺ, ദ ലാസ്റ്റ് വൺ. ആൻഡ് ഇതാണ് പാൻസ് വരുന്നത് ഫുൾ. എല്ലാത്തിനും കുറച്ചൊരു ലൂസ് ടൈപ്പ് ഓഫ് പെലാസോ പാൻറ്റാണ്. പെലാസോ എന്ന് പറയാൻ പറ്റില്ല, സ്ട്രെയിറ്റ് പാൻസ് ആണ് വരുന്നത്. അപ്പൊ ഇതും എല്ലാം ഐ തിങ്ക് ഇതിനൊരു 400 സംതിങ് ആണ് ഉള്ളൂ. ഇത് 400 ആണ്. ബാക്കിയൊക്കെ 450 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു റേഞ്ചിന് എനിക്ക് ഈ ക്ലോത്ത്സ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നമ്മളിപ്പം വേറൊരു വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 700-800 രൂപ ഇല്ലാണ്ട് ഇത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പം ഇതൊക്കെ അടിപൊളി പ്രോഡക്ട്സ് ആണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച എൻ്റെ ക്ലോത്ത്സ്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ ചുമ്മാ വാങ്ങിച്ചത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാന്ന് വിചാരിച്ച് ഞാൻ എടുത്തൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇതിന്റെ പ്രോഡക്ട്സിന്റെ ഒക്കെ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ എല്ലാവരും വേണ്ട ആൾക്കാർ എന്തായാലും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഞാൻ ആദ്യം കാണിച്ച രണ്ടും ഒരു രക്ഷയിൽ അടിപൊളി ക്ലോത്ത് ആണ് രണ്ടിന്റെയും. അപ്പൊ എന്നെ പോലെ ഇങ്ങനത്തെ എത്തനിക് വെയർസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. എന്തായാലും എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.